നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ട്വിസ്റ്റുകളിലേക്ക് ആലപ്പുഴ നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 2 ടേം നിബന്ധനയിൽ ഒഴിവാക്കപ്പെട്ട തോമസ് ഐസക്, ജി സുധാകരൻ എന്നീ ജനകീയ മുഖങ്ങളെ വീണ്ടും ആലപ്പുഴയുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി പിന്തുണയുണ്ടെന്നുള്ള സൂചനകളും ലഭ്യമായിട്ടുണ്ട്. അരൂരിൽ, അതായത് 2 മണ്ഡലങ്ങളാണ് തോമസ് ഐസക്കിന് വേണ്ടി പരിഗണിക്കുന്നത്. ഒന്ന് അരൂർ, ഒപ്പം തന്നെ ആലപ്പുഴ മണ്ഡലങ്ങളാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ മത്സരിച്ചിരുന്ന ആളാണ്. ഓരോ ഘട്ടത്തിലും ഈ ജി സുധാകരനാണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും ഓരോ ഘട്ടത്തിലും അവർ ആവർത്തിച്ച് മത്സരിക്കുന്ന സമയത്ത് പോലും അവരുടെ ഭൂരിപക്ഷം ഇരട്ടിയാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം കൈവരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള 2 പേരാണ്, 2 മുതിർന്ന നേതാക്കളാണ് തോമസ് ഐസക്കും ജി സുധാകരനും. എന്തായാലും CPM-ന്റെ അരൂർ ഘടകം തോമസ് ഐസക്കിന് വേണ്ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MLA, അതായത് ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഉള്ളത് 8 സീറ്റുകളാണ്. ഈ 8 സീറ്റുകളിൽ ഹരിപ്പാട് ഒഴികെ മുഴുവൻ സീറ്റുകളും ഇടതുപക്ഷത്തിൻ്റെതാണ്. അതിൽ അരൂരിലേക്ക് പോവുകയാണെങ്കിൽ സിറ്റിംഗ് MLA-മാർക്ക് എത്രമാത്രം വിജയ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA, വിജയ സാധ്യത കുറഞ്ഞ സിറ്റിംഗ് MLA-മാരെ മാറ്റി അവിടേക്ക് ഈ പറഞ്ഞ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനകീയ മുഖങ്ങളായിട്ടുള്ള ആളുകളെ ഇറക്കുക എന്നുള്ളതാണ്. അതിൽ 2 പേർ, പ്രധാനപ്പെട്ട 2 പേർ തോമസ് ഐസക്കും ജി സുധാകരനും ആണ് എന്നുള്ളതാണ്. ജി സുധാകരൻ 5 വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ജില്ലാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു പുതിയ വിവരം കൂടി ആലപ്പുഴയിൽ നിന്ന് പങ്കുവയ്ക്കാനുണ്ട്. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള 6 അംഗ കോർ കമ്മിറ്റിയിലേക്ക് ജി സുധാകരന്റെ പേര് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള സർക്കുലറുകൾ ഏരിയ കമ്മിറ്റികൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെന്റ് മണ്ഡലങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനം പറയുന്ന ഉന്നതാധികാര സമിതിയായ കോർ കമ്മിറ്റിയിൽ 6 പേരിൽ ഒരാൾ ജി സുധാകരൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നിലവിൽ ജി സുധാകരൻ ജില്ലാ കോടതി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ സമ്മേളന വേളയിൽ പോലും അദ്ദേഹത്തെ അവിടേക്ക് അടുപ്പിക്കാനായി ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന്റെ പേരിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ജി സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു. ഒപ്പം തന്നെ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും എത്തിയിരുന്നു. അങ്ങനെ അവർ എത്തിയ ഒരു ഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു താല്പര്യപ്രകാരം കൂടിയാണ് ഇത്തരത്തിൽ ജി സുധാകരന്റെ പേര് വീണ്ടും ജില്ലാ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ജില്ലയുടെ മുഴുവൻ പാർട്ടിയുടെയും ചുമതല ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കുന്ന ഒരാൾ 6 അംഗ പേരിലേക്ക് ഉയർന്നു വന്നത് എന്നുള്ളതാണ്. ഈ 2 നേതാക്കന്മാരെയും പരിഗണിക്കുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവരുടെ 2 പേരുടെയും അഭാവം അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിന്ന് ഇവർ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പൊതു നേതൃത്വത്തിന് അത്തരത്തിൽ ശക്തമായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ചില അധികാര കേന്ദ്രങ്ങൾക്ക് ചുറ്റും ചെറു ധ്രുവങ്ങളായി നിന്നാണ് ഇപ്പോൾ ആലപ്പുഴയിലെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കായംകുളത്തടക്കമുള്ള പാർട്ടി കോട്ടകൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുട്ടനാടൻ മേഖലകൾ, ഒപ്പം തന്നെ ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്ന സജി ചെറിയാന്റെ സ്വന്തം മണ്ഡലമായ ചെങ്ങന്നൂരിൽ പോലും 9 പഞ്ചായത്തിൽ 5 പഞ്ചായത്ത് BJP ഭരിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ അഭാവം ജില്ലയിൽ CPM-ൽ പ്രത്യേകിച്ച് നന്നായുണ്ട്. അതിനെ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ അമ്പലപ്പുഴ, അരൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിലായി ഇവരെ വീണ്ടും മത്സരിപ്പിച്ചാൽ നല്ലതാകും എന്നുള്ള ആലോചനകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ഇടപെടലോടെയാണ് ജി സുധാകരൻ ജില്ലാ കേന്ദ്രത്തിലേക്ക് വീണ്ടും 5 വർഷത്തിന് ശേഷം മടങ്ങി വരുന്നത്. ഒപ്പം തന്നെ തോമസ് ഐസക് ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങളുമായി ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇവർ 2 പേരും കടന്നു വരുന്നതോടുകൂടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം അംഗീകാരമുള്ള മന്ത്രിമാരിൽ 2 പേരായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ ജി സുധാകരൻ, തോമസ് ഐസക്കും. ഇവർ കടന്നു വരുന്ന ഒരു ഘട്ടം കൂടി എത്തുന്നതോടെ അത് ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥിത്വത്തിനും ഊർജം പകരുന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലം നൽകുന്ന രീതിയിലേക്ക് ഇവർ സ്ഥാനാർത്ഥിത്വം കടന്നുവരും. പ്രത്യേകിച്ച് തീരദേശ മേഖല ഒരുപാടുള്ള മണ്ഡലമാണ്, ജില്ലയാണ് ആലപ്പുഴ. സഭയുടെ അടക്കമുള്ള വിയോജിപ്പുകളെ പരിഹരിച്ചുകൊണ്ട് തോമസ് ഐസക്കിന് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. എന്തായാലും പുതിയ ട്വിസ്റ്റുകൾക്കായി കാത്തിരിക്കുകയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.